സങ്കീർത്തനം 4-ാം വാക്യം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ മൂന്നാമതും ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സിലു ബിജു. ഇതെൻ്റെ മകൻ അലൻ ബിജു. ഞങ്ങൾ ഇൻഫാൻറ്റ് ജീസസ് ചർച്ച് കല്ലേറ്റുങ്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂലൈ 26-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു. ഇതിനു മുൻപ് ഞാൻ 2 സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1-ാം തീയതി ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞ് ഞാൻ അയർലൻഡിലേക്ക് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് വെക്കേഷന് വന്നത്. ഞാൻ അയർലൻഡിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഡ്രൈവിംഗ് ഒന്നും വലിയ വശം ഉണ്ടായിരുന്നില്ല. ആ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞതാണ്. അതിനെ തുടർന്ന് ഞാൻ അയർലൻഡിലേക്ക് 6-ാം തീയതി ചെല്ലുന്നു. 7-ാം തീയതി തന്നെ ഞങ്ങൾക്ക് വണ്ടി തന്നു. ഞങ്ങൾ ഹോം കെയർ ആയിരുന്നു ഞങ്ങളുടെ ജോലി. അപ്പോൾ വണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റെൻ്റേ കാർ തന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ സ്വയം ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി കൊണ്ട് ഓരോ ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായി വന്നു. ആദ്യത്തെ ദിവസം തന്നെ തന്നപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ലഗേജ് പാക്ക് ചെയ്യുന്ന നിമിഷം മുതൽ മാതാവിൻ്റെ ഉപ്പും തൈലവും എൻ്റെ കയ്യിലെ ബാഗിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ ഫ്ലൈറ്റ് തുടങ്ങി, പിന്നെ എൻ്റെ ലഗേജ് തുടങ്ങി, ഫ്ലൈറ്റ് തുടങ്ങി, എല്ലായിടത്തും ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടിയിൽ അകത്തും പുറത്തും മാതാവിൻ്റെ ഉപ്പിട്ട് തൈലം കൊണ്ട് കുരിശ് വരച്ചൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഞാനൊരു 2nd ഗിയറിൽ വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. അതും വളരെ കുറച്ച് നാൾ, ഞാനൊരു 2 ആഴ്ച എങ്ങാനാണ് നാട്ടിൽ വണ്ടി കറക്റ്റായിട്ട് ഓടിച്ചിട്ടുണ്ടാവുള്ളൂ, തനിച്ചൊക്കെ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. അത് പള്ളിയിൽ പോകാൻ ഒരു 5-6 കിലോമീറ്ററൊക്കെ. അവിടുന്ന് ഞാൻ അവിടെ അയർലൻഡിൽ ചെന്ന് ലാൻഡ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ കാറ് തന്നിട്ട് തന്നെത്താനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് ഓട്ടോമാറ്റിക് കാറ്. നല്ല അയർലൻഡിലെ സ്പീഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം 50 കിലോമീറ്റേഴ്സാണ്. പിന്നെ മോട്ടോർ വേയിലൊക്കെ 120 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ മോട്ടോർ വേ വഴി തന്നെയൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നപ്പോൾ തന്നെ ഞങ്ങളോട് ഇങ്ങനെ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കാറ് തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കാറിലേക്ക് കയറുമ്പോൾ ഞാൻ പറയും, അമ്മേ നിൻ്റെ മടിയിൽ എന്നെ ഇരുത്തണം, പിന്നെ ഈശോ എൻ്റെ മടിയിലിരിക്കണം. സ്റ്റിയറിങ്ങും ബ്രേക്കും എൻ്റെ ആക്സിലറേറ്ററും ഈശോ കൺട്രോൾ ചെയ്തോളണം. കാരണം എനിക്കൊന്നും അറിയില്ല, വഴികളറിയില്ല, സ്പീഡ് ലിമിറ്റ് അറിയില്ല, ഇവിടുത്തെ റൂൾസ് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യുക. ഞാൻ ഒന്നുകിൽ വിശുദ്ധ കുർബാന കൂടുക, ഇല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കേൾക്കുക. ഞാൻ എൻ്റെ മൊബൈൽ ഇതിൽ നമ്മുടെ സെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാതാവ് ഈശോയും വണ്ടി ഓടിക്കും. ഇന്ന് വരെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് ഞാനിപ്പോൾ 5 മാസം കഴിഞ്ഞു. ഞാൻ ലീവിന് വരുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനും എൻ്റെ ജോലി വളരെ കൃത്യമായിട്ട്, അവർ നമുക്ക് 40 hours പെർ വീക്കാണ് പറയുന്നതെങ്കിലും സംടൈംസ് 55-60 hours വരെ ചില വീക്സിൽ ഞങ്ങൾ ചെയ്ത ആഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അമ്മ മാതാവ് അമ്മയുടെ ഈ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിച്ചതുകൊണ്ട് എന്നെ സഹായിച്ചു. അമ്മയുടെ സാന്നിധ്യം, ഞാൻ ഓരോ ദിവസവും കുരിശ് വരച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും, ഇവിടെ നിന്ന് അമ്മ എൻ്റെ കൂടെ അയർലൻഡിലുണ്ട് എന്ന് എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ എനിക്ക് ഓരോ സാഹചര്യത്തിലും മഴവില്ലായിട്ടും സുഗന്ധാഭിഷേകമായിട്ടൊക്കെ പല പ്രാവശ്യം അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് അവിടെ ഈ 3 മാസത്തിന് ആകുന്നതിന് മുൻപ് തന്നെ അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അയർലൻഡിൽ പോയേക്കണവർക്കൊക്കെ അറിയായിരിക്കും, വളരെ ടഫാണ്. നമുക്ക് എന്താ പറയുക, വർഷങ്ങളെടുത്ത് പഠിച്ചാൽ പോലും അയർലൻഡിലെ ടെസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. എനിക്ക് 3 മാസം കഴിയുന്നതിന് മുൻപ് എനിക്ക് ലേണേഴ്സ് കിട്ടി. ഞാനപ്പോൾ ലേണേഴ്സിന് എക്സാമിന് പോകുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഈ നമുക്ക് സിൽവർ ഗ്രേ കളറിലെ ഡ്രസ്സ് ഇട്ട ഒരു ലേഡി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ മാതാവിൻ്റെ ഒരു ചെറിയ കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ അവരോട് നേരിട്ട്, അവിടെ നമുക്ക് അകത്തേക്ക് ഒന്നും കയറ്റാൻ പറ്റില്ല, നമ്മളുടെ ഫുള്ള് ചെക്കപ്പ്, ബോഡി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ ക്ലിപ്പ് വരെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ഞാൻ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു, ഇത് ഹേൽ മേരിയുടെ ഒരു ചെറിയ റോസറിയാണ്, എൻ്റെ ഫുൾ സ്ട്രെങ്ത്ത് എൻ്റെ മാതാവാണ്, സോ ഞാൻ ഇതൊന്ന് അകത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് അവരോട് നേരിട്ട് ചോദിച്ചു. അവരെന്നെ വന്ന് ഹഗ് ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞു,
നീ വളരെ സ്വീറ്റാണ്, കാരണം ഹേൽ മേരിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നീ അവളുടെ. അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ ഇത് കണ്ടപ്പോഴേ അവരെന്നോട് ചോദിച്ചിരുന്നു, നീ മാതാവിനോട് ഭക്തിയാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞാനൊരു മരിയൻ മിഷണറി ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരെന്നെ അത് അകത്തേക്ക് കയറ്റാൻ സമ്മതിച്ചു. ഞാൻ കമ്പ്യൂട്ടറിലും മൗസിലെല്ലാം കുരിശിട്ട് പ്രാർത്ഥിച്ച് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. അങ്ങനെ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. എനിക്ക് ലേണേഴ്സ് കിട്ടി. ഇനി അതിന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഞങ്ങൾ പോയത് ഇൻ്റർനാഷണൽ ലൈസൻസിലാണ്. അത് നമുക്ക് 1 ഇയറേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കിട്ടിയേക്കുന്ന ലേണേഴ്സിന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് അടുത്ത ടെസ്റ്റ് എഴുതിയെടുത്താൽ മതി. ഞാൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇനി ചെന്ന് കഴിഞ്ഞ് എനിക്ക് ടെസ്റ്റ് എഴുതാം. അങ്ങനെ പിന്നെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഞാൻ ഏപ്രിലാണ് പോയത്. ഒരു 3 മാസം കഴിഞ്ഞ് ലേണേഴ്സ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു കാർ എടുക്കാൻ സാധിച്ചു. ഒരിക്കലും അയർലൻഡിലൊക്കെ ജോലിക്ക് പോയി, അതും ഹോം കെയറിൽ, നമുക്ക് അത്ര വലിയ, നമ്മൾക്ക് സാലറി ഇല്ലായികയില്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ആണെങ്കിലും വാടകയ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മാതാവിനോട് പറഞ്ഞു, സ്വന്തമായിട്ടൊരു കാറുണ്ടെങ്കിൽ ഈ വാടക വെറുതെ കൊടുത്തു പോകുന്നത് നമുക്ക് നഷ്ടം വരില്ലല്ലോ, ഒരു അസറ്റ് ആവുമല്ലോ. നമ്മൾ ലോണാണെങ്കിൽ അടയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ അസറ്റ് ആവുമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ എൻ്റെ എല്ലാ പേപ്പറുകളും ഒരു ഫയലിൻ്റെ അകത്ത് വെച്ചിട്ട്, പിള്ളേരുടെ പേപ്പറാണ്, ഹസ്ബൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സാണ്, എൻ്റെ ഡോക്യുമെൻറ്റ്സാണ്, അങ്ങനെ മാതാവിനോട് പറഞ്ഞ് മാതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് ഞാൻ ഡെയിലി ബ്രെഡ് കൂടാനായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എവിടെയൊക്കെ കടന്നു പോകുന്നു അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം, എൻ്റെ കുടുംബം എവിടെയെല്ലാം കടന്നു പോകുന്നു അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. തൈലം എടുത്ത ആ ഡോക്യുമെൻറ്റ്സിലും എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെല്ലാം ഞാനിങ്ങനെ, എൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്കിലെല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഫയൽ മാതാവിൻ്റെ മുൻപിൽ വെക്കാറ്. അപ്പോൾ എനിക്ക് ഈ ഒരു 5 മാസത്തിനുള്ളിൽ എനിക്കൊരു കാർ എടുക്കാൻ സാധിച്ചു. ഇപ്പം ഞാൻ സ്വന്തം കാറിൽ സ്വന്തമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത്, മീൻസ് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് അപകടങ്ങളില്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചപ്പോൾ തന്നെ എൻ്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് വരെ അവൻ എൻ്റെ കൂടെ, ഞാൻ പല പ്രാവശ്യം ഉടമ്പടി പുതുക്കി, ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. പക്ഷേ എനിക്ക് അവരെയും കൊണ്ട് വരാനായിട്ട് ഒരു സാഹചര്യം, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞെങ്കിലും എനിക്ക് അവരുടെ അനുഗ്രഹങ്ങൾ പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവൻ 10th പഠിക്കുമ്പോൾ മോഡൽ എക്സാം വരെയൊക്കെ അവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എക്സാമൊക്കെ വരുമ്പോൾ അവന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ മോഡൽ എക്സാമിന് നല്ലോണം മാർക്ക് കുറവായിരുന്നു, 52% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് ഭയങ്കര ടെൻഷനായി. അവൻ എന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ വരണം, അമ്മ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ജോലിക്ക്. അപ്പോൾ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ചെന്നു. ഞാനിതുപോലെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാം. അങ്ങനെ അവൻ അന്ന് തുടങ്ങിയിട്ട് മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട്, മാതാവിൻ്റെ ചെറിയൊരു ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ വെന്തിങ്ങ ധരിക്കും സ്ഥിരമായിട്ട്. മക്കൾ 2ആളും വെന്തിങ്ങ ഇടും. വെന്തിങ്ങയിൽ മാതാവിൻ്റെ കാശുരൂപം ഇട്ട് കൊടുത്തു. എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് രാവിലത്തെ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. അങ്ങനെയൊക്കെ എക്സാമിന് പോയി. അവന് ടോപ്പ് 5 ഒരാളാവാൻ പറ്റി. 91.5% മാർക്കുണ്ടായിരുന്നു 10th. അതുപോലെ തന്നെ 12th ആയപ്പോഴും, 12th ഫൈനൽ എക്സാമിൻ്റെ സമയത്തും അവന് ഇച്ചിരി ടെൻഷനൊക്കെ ആയിരുന്നു. കാരണം മാത്സ് അവന് ഭയങ്കര ടഫാണ്. ഇതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവന് സ്കൂൾ ടോപ്പറായിരുന്നു അവൻ 12th. അങ്ങനെ അവൻ്റെ 2 എക്സാംസിനും അവന് നല്ല മാർക്കോട് കൂടി എക്സാം പാസ്സാകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. അന്നും അവർ കാശുരൂപം കയ്യിൽ പിടിച്ച് അങ്ങനെ പോയാണ് അവർ എക്സാം എഴുതിയത്. ഞാൻ അവരുടെ പോക്കറ്റിൽ ഉപ്പിട്ട് കൊടുക്കും. ആ ഉപ്പ് അവർ കൊണ്ടുപോയി എക്സാം എഴുതുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. എന്നിട്ടാണ് അവർ എക്സാം എഴുതാനിരിക്കുന്നത്. മോളാണെങ്കിലും മോനാണെങ്കിലും ഇപ്പോൾ അവർക്ക് വിശുദ്ധിയിൽ വളരാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ 12th പഠിക്കുന്ന സമയത്ത് നമ്മുടെ JEE എക്സാമിന് കൊടുക്കേണ്ട സമയമായപ്പം അവന് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയി. ആക്ച്വലി അവൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞാൽ അവനൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നാണ്. പക്ഷേ അവന് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന്, ഞങ്ങൾക്കൊന്നും അത്ര അധികം എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ലെവലിൽ പോയാലും അങ്ങോട്ട് എത്താൻ പറ്റുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് എൻജിനീയറിംഗ് എടുക്കാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവൻ അതിന് വേണ്ടി കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ്റെ 10th സർട്ടിഫിക്കറ്റ്സ് കാണാനില്ല.
അന്ന് ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയത്ത് അവർ തന്നെയാണ് സർട്ടിഫിക്കറ്റ് അലമാരിയിൽ നിന്ന് എടുത്ത് സാധനങ്ങളെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം സൂക്ഷിച്ചു വെച്ചതൊക്കെ. പക്ഷെ തിരിച്ച് 2 ദിവസം മുൻപ് വരെ അവൻ സർട്ടിഫിക്കറ്റ് എടുത്ത്, കാരണം അവന് മാർക്കുള്ളതുകൊണ്ട് അവൻ ഇടയ്ക്ക് അതിൽ നോക്കിയിട്ട് ഓക്കെ എനിക്ക് മാർക്ക് കിട്ടിയിരുന്നു, എനിക്ക് പഠിച്ചാൽ കിട്ടും, മാതാവ് എന്നെ അനുഗ്രഹിക്കും, അങ്ങനെയൊക്കെ അവനിരുന്ന് പറയാറുണ്ട്. അങ്ങനെ 2 ദിവസം മുമ്പ് അവനിരുന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് എക്സാമിന് കൊടുക്കേണ്ട സമയത്ത് അക്ഷയയിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. പിന്നെ ടെൻഷനായി എല്ലാവരും. ഒരു 10-15 ദിവസം ഞങ്ങൾ 4 പേരും ആ വീടെല്ലാം പരിശോധിച്ചു, ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം ഒരു ദിവസം ഇവരുടെ സ്കൂളിൽ നിന്ന് സിസ്റ്റർ വിളിച്ച് പറയുവാണ്, എന്തായാലും ഈ JEE എഴുതാൻ അവന് പറ്റിയില്ല, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നീറ്റിന് വരുന്നതിന് മുൻപ് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാനൊന്ന് മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിനോട് പറയാം, ഞാൻ സിസ്റ്ററിനെ വിളിക്കാം, ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ വിളിക്കാം, എന്നിട്ട് അപേക്ഷിച്ചാൽ മതി, ഇപ്പോൾ വേണ്ട. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ അവൻ്റെ അടുത്ത ചാൻസും കൂടി നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു, സാരമില്ല, എന്തായാലും മാതാവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല, അപ്പോൾ ഞാനൊന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം സിസ്റ്ററിനോട്, എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ നീയും പ്രാർത്ഥിക്കണം, അവൻ സ്കൂളിൽ പോവാണ്. അന്ന് 11:30, അതായത് അന്നൊരു ട്യൂസ്ഡേ നമ്മുടെ ധ്യാനം നടക്കുന്ന ദിവസമാണ്. 11:30 ധ്യാനം തുടങ്ങും. അപ്പോൾ ഞാൻ അവനോട് പറയാം, എനിക്കാണെങ്കിൽ 11:30 ഡ്യൂട്ടിക്ക് ഇറങ്ങിയാലാണ് അന്നൊരു ക്ലാസ് ഉണ്ട് 12 മണിക്ക്, അപ്പോൾ എനിക്ക് അതിന് കയറാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രസൻറ്റേഷനായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറയാം, 11:30 വരെ അമ്മ പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് സിസ്റ്ററിനെ വിളിച്ച് ഓൺ ദ വേയിൽ സിസ്റ്ററിനെ വിളിച്ച് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അമ്മ പോകും. സോ നീയും പ്രാർത്ഥിക്കും, നമുക്ക് മാതാവിനോട് ഡേറ്റും ടൈമും ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ട്യൂസ്ഡേ ഡേറ്റ് ഇട്ട് 11:30 ഒരു ടൈം ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു 11:15 വരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ജപമാല, അതേപോലെ എന്താ പറയുക, വിശ്വാസ പ്രമാണം ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. അവസാനം ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ, ഇവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്, ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ പരീക്ഷിക്കരുത്, ഇതെൻ്റെ മക്കളുടെ വിശ്വാസത്തിനെ ബാധിക്കുന്നതാണ്. സോ അവർ കുഞ്ഞുങ്ങളാണ്, അവർക്കൊരു കുഞ്ഞു കാര്യം കിട്ടിയാലും ചിലപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടും, അതുകൊണ്ട് അമ്മ സഹായിക്കണം. ഇത് 11:30 ആ സമയത്തിനുള്ളിൽ അമ്മ എനിക്ക് കാണിച്ചു തന്നേ പറ്റുള്ളൂ. ഇതൊരു കുഞ്ഞു കുട്ടി അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണ പോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ കുളിക്കാൻ കയറിപ്പോയി. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചിറങ്ങി വരുമ്പോൾ ഞങ്ങൾ അന്ന് നോക്കിയ അതേ ഹാളിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കിയ അതേ സ്ഥലത്ത് ഏറ്റവും മുകളിലായിട്ട് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കവറിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഇരിക്കുന്നു, ഫയലിലൊക്കെ വെച്ചിട്ട് വളരെ ഭദ്രമായിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ എൻ്റെ സർട്ടിഫിക്കറ്റുകളും ഉണ്ട്. ഞാൻ അത്രയും നാൾ ഓർത്തിരുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെയും ഫയലിൻ്റെ അകത്തുണ്ടെന്നാണ്. പക്ഷേ ഇത് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആയിട്ട് അങ്ങനെ ഒരു ഫയൽ അവിടെ ഇരിക്കുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ കൃപാസന അമ്മ എനിക്കായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അത് ആ വീട്ടിലുണ്ടായിരുന്നില്ല, കാരണം അത്ര ദിവസം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും അതേ സ്ഥലത്ത് തന്നെ നോക്കിയിട്ടുണ്ട്. ആ നോക്കിയ സ്ഥലത്തിരുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആ സാധനം കിട്ടുന്നത്. അത് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ മോന് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചത് വഴി മാതാവ് ചെയ്തു കൊടുത്തതാണ്. പിന്നെ അവസാനമായിട്ട് അവന് ഇപ്പം പിന്നീട് ഞങ്ങളൊരു പ്രൊഫസർ വഴി അറിയുകയാണ്, ഇങ്ങനെ ബയോടെക്നോളജി പഠിച്ചാൽ സയൻറ്റിസ്റ്റിലേക്ക് എത്താനായിട്ട് ഒരു റൂട്ട് ക്ലിയർ ആകും, അങ്ങനെ അറിയുകയാണ്. അത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിലും നല്ലത് പുറത്ത് പഠിക്കുന്നതാണ്. പിന്നെ അവൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് അവന് സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അവനൊരു അണ്ടർ ഏജ് ആയിരുന്നു. അത് തുടക്കം തൊട്ടേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, കാരണം അവന് ഡിസംബറിലേക്ക് 18 years ആകത്തുള്ളൂ. അപ്പം എന്നിരുന്നാലും ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചിട്ട് അപേക്ഷ വെച്ചു. അവന് ഇൻ്റർവ്യൂ കോൾ വന്നു. അവന് ഇൻ്റർവ്യൂ എല്ലാം കിട്ടി, അഡ്മിഷനും ഒക്കെ ആയിട്ടുണ്ട്. അവൻ്റെ വിസ വന്നിട്ടില്ല. ഇന്ന് അവൻ ഇവിടെ വന്നത് അവൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അവൻ പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. അവന് വിസ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നു. കിട്ടിയാൽ അവൻ ഹംഗറിക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ അവൻ പോകും. ഇത്രയും അനുഗ്രഹങ്ങളാണ് മോനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിട്ടിയത് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ചാൽ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ കുടുംബ യൂണിറ്റ്. ഒരു വലിയ ഇടവകയാണ്, 25 യൂണിറ്റുകളുള്ളൊരു ഇടവകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, കൂടുതൽ വീടുകളായി, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു ഞങ്ങളുടെ യൂണിറ്റ്. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ തീരെ കുടുംബങ്ങളില്ല, 18 കുടുംബമുള്ളൂ ഞങ്ങൾക്ക്. ബാക്കി ഫുൾ കുടുംബം അപ്പുറത്തെ യൂണിറ്റിലേക്ക് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ആവറേജ് ഫാമിലിയാണ്, അത്ര വലിയ ഹൈഫൈ ടീംസ് ആരുമില്ല. അപ്പം ഒരു പ്രവർത്തനങ്ങളും ഇല്ല, ഒന്നുമില്ല, ആരും ഇല്ല പ്രവർത്തിക്കാൻ. അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു യൂണിറ്റ്. അപ്പം എന്നെയാണ് സെക്രട്ടറി ആയിട്ട് അച്ഛൻ തീരുമാനിച്ചത്, എന്നോട് അത് ഏറ്റെടുക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ എടുത്തപ്പോൾ ഞാൻ ആ പുതുക്കിയ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച വിഷയമാണ്, എനിക്കൊരു കഴിവുമില്ല, അമ്മ എന്നെ അനുവദിക്കുവാണെങ്കിൽ, അമ്മ എൻ്റെ കൂടെ ഈ യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും എന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു.
കഴിഞ്ഞ ഏപ്രിൽ ഞാൻ അങ്ങോട്ട് അയർലൻഡിന് പോകുന്ന അന്നാണ് ഞാൻ എൻ്റെ സെക്രട്ടറി സ്ഥാനം ഞാൻ വേറെ ആൾക്ക് കൈമാറിയത്. എന്നിട്ടും ഇന്നും ആ യൂണിറ്റ് ഞങ്ങളുടെ ഈ 25 യൂണിറ്റുള്ള ഇടവകയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളിൽ ഒന്നായിട്ട് പ്രവർത്തിക്കാൻ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞാൻ എന്നും ഓരോ യൂണിറ്റ് ഉണ്ടാകുന്ന ദിവസവും അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കും. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കും. അമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവും മീറ്റിങ്ങുകളിലേക്കൊക്കെ. അങ്ങനെ എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി ആ യൂണിറ്റ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ക്രൈസ്തവ മേഖലകളിൽ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മാതാവിനെ ചെറുപ്പം തൊട്ടേ അറിയുന്ന ആളാണ്. ഉടമ്പടിയിലായതിനു ശേഷം പരിശുദ്ധ അമ്മ നമുക്ക് ഈ ഉടമ്പടിയിലൂടെ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും, ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ശേഷം നമുക്ക് ഈ ഉടമ്പടിയിലൂടെ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതേപോലെ നമ്മൾക്ക് തരുന്ന ആത്മീയ സന്തോഷങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഈവൻ നമ്മുടെ മലയാളികൾ പോലും നെറ്റ് തലയിലിട്ടിട്ടല്ല വിശുദ്ധ കുർബാന കൂടുന്നത്. അപ്പം എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഞാനപ്പോൾ പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ ദിവസമാണെങ്കിലും സൺഡേ ആണെങ്കിലും എന്ന് പള്ളിയിൽ പോയാലും ഞാൻ എൻ്റെ ഒരു നെറ്റ് വണ്ടിയിൽ വെച്ചേക്കുവാണ്. കാരണം എൻ്റെ ജോലി ഇതായതുകൊണ്ട് ഏത് കുർബാനയ്ക്ക് എവിടെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഓൺ ദ വേയിൽ കാണുന്ന പള്ളിയിലായിരിക്കും കയറുന്നത്. ഏത് പള്ളിയിലാണോ ഞാൻ കയറുന്നത്, ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട്, അല്ലാതെ ഏത് പള്ളിയിലാണോ ഞാൻ കയറുന്നത് ആ പള്ളിയിൽ എനിക്ക് വിശുദ്ധ കുർബാനയുടെ സമയമാണെങ്കിൽ വിശുദ്ധ കുർബാന കൂടാൻ വേണ്ടി ഞാൻ ഈ നെറ്റ് ഒരെണ്ണം എൻ്റെ വണ്ടിയിൽ വെച്ചേക്കുക. അപ്പം ഞാൻ ഈ നെറ്റിട്ട് പള്ളിയിൽ കയറുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ് അയർലൻഡുകാർക്ക്. കാരണം അവർ ഇന്ത്യൻസിനെ കുറേ നാളുകൊണ്ട് കാണുന്നതാണ്, അവരാരും അങ്ങനെ ചെയ്ത് അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഐ എം എ മരിയൻ മിഷണറി, ഞാനൊരു മരിയൻ മിഷണറിയാണ്. സോ നമ്മുടെ മാതാവിനെ നമ്മൾ ഇന്ന് വരെ ആ ഒരു തല കവർ ചെയ്തല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ നെറ്റിട്ട് വേണം പ്രാർത്ഥിക്കാൻ, വിശുദ്ധ ബലി അർപ്പിക്കാൻ എന്നാണ് നമ്മുടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പൂർവികർ വഴി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസം അത് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, പല ഗ്രൂപ്പുകളിൽ ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ശരിക്കും അവർക്ക് മാതാവിനെ വീണ്ടും വീണ്ടും അവർക്ക് ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നത്, പരിശുദ്ധ അമ്മേനെ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പത്രമൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാശ് രൂപം, പിന്നെ നമ്മുടെ കീ ചെയിൻ, ചെറിയ റോസറി അതൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓരോ ക്ലയൻസിൻ്റെ അടുത്തും ഞാൻ പോകുമ്പോഴും അവർക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിലും ഇനി അവർക്ക് അറിയില്ല, അവർക്ക് മാതാവിനെ ഒത്തിരി ബഹുമാനിക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് പറയുകയാണെങ്കിലും ഞാൻ പറയും, അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, ഇത് നിങ്ങൾക്കൊരു വെളിച്ചമാകട്ടെ, നിങ്ങളിത് കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ മാതാവിനോടൊന്ന് ഇൻ്റർസെഷൻ ചോദിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം എന്നറിയാം. എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ്, നേർച്ച വസ്തുക്കളാണ് ഞാൻ അവർക്കെല്ലാവർക്കും കൊടുക്കാറ്. അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യക്കാരെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് എന്നെക്കൊണ്ടാകുന്ന സഹായങ്ങൾ അറിയാവുന്ന സിസ്റ്റേഴ്സിനോട് അച്ഛന്മാരോടൊക്കെ ചോദിച്ച് നമുക്ക് ഏതെങ്കിലും ഒരാളങ്ങനെ സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരിടും. വേറെ സംഘടനകൾ വഴിയൊക്കെയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. ഇപ്പം ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതായത് എനിക്ക് മുൻപുണ്ടായിരുന്ന ഒരു സാലറിയിൽ നിന്ന് ദൈവം എനിക്കൊരു ഉയർച്ച തന്നപ്പോൾ അതിൽ നിന്നൊരു പങ്ക് ഞാൻ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. അതിനെനിക്ക് സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ, ഇനി ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ സാക്ഷി ഇവിടെ തീരില്ല. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന് അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ തലമുറകളും എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഭൗതിക അനുഗ്രഹങ്ങൾക്കല്ല, എൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ, അതെനിക്ക് മാത്രമല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.